അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? ഞങ്ങൾ 3 പേര് എൻ്റെ കൂടെ സോൾഡാറ്റി സംസ്ഥാന സെക്രട്ടറിമാരായ ഷബീർ കൊടുവള്ളിയും സജീദും എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ ആസാം SIOവിൻ്റെ സോണൽ പ്രസിഡന്റ് റമീസും. ഞങ്ങൾ 4 പേരും ഇപ്പോൾ ഉള്ളത് ആസാമിൻ്റെയും വെസ്റ്റ് ബംഗാളിൻ്റെയും ബോർഡർ വെസ്റ്റ് ബംഗാളിലെ ഒരു പ്രദേശത്താണ്. ശരിക്ക് ഇന്ന് ഞങ്ങൾ ഉണ്ടാവേണ്ടത് ആസാമിലാണ്. എല്ലാവരും അറിഞ്ഞതുപോലെ ഇന്ന് രാവിലെ മുതൽ ഏകദേശം ഒരു 2 മണിക്കൂർ മുമ്പ് വരെ ഞങ്ങൾ ജയിൽ തടങ്കലിലായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. പുറത്തു വന്ന് ആസാമിൽ നിന്ന് ബോർഡർ കടന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയോടുകൂടി ഗുവാഹത്തിയിലെത്തി. ഗുവാഹത്തിയിൽ നിന്ന് ഏകദേശം 7 മണിക്കൂറോളം ട്രെയിനിൽ യാത്ര ചെയ്ത് ആസാമിലെ തന്നെ 90% മുസ്ലിം പോപ്പുലേഷനുള്ള പ്രധാനപ്പെട്ട ഒരു ജില്ലയായ ദുബ്രിയിൽ ഇന്ന് പുലർച്ചെ ട്രെയിൻ ഇറങ്ങുകയും ദുബ്രിയിൽ നാമൊക്കെ കേട്ടതുപോലെ അറിഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പല സമയങ്ങളിലായിട്ട് പ്രതിഷേധിച്ച ആസാമിലെ BJP സർക്കാർ പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ ഒന്നാകെ ബുൾഡോസർ രാജിന് വിധേയമാക്കി താമസിക്കുന്ന വീടും സ്ഥാപനങ്ങളും ഒക്കെ പൊളിച്ചു നീക്കി ആ ഭൂമിയിൽ നിന്ന് തന്നെ ഈ മുസ്ലിം വിഭാഗത്തെ, മുസ്ലിം സമുദായത്തെ ആസാമിലെ തന്നെ വളരെ പ്രബലമായ മുസ്ലിം ന്യൂനപക്ഷ ജില്ലയായ ദുബ്രിയിലെയും ഗോൾപാറയിലെയും മുസ്ലിം പ്രദേശങ്ങളെ മുഴുവൻ ബുൾഡോസർ രാജിന് വിധേയമാക്കിയ സംഭവം നമുക്കറിയാം. ഈ പ്രദേശം കാണുക, അവിടുത്തെ ഇരകളോടൊപ്പം ചേർന്ന് നിൽക്കുക, സാധ്യമാകുന്ന വിധം അവർക്ക് വേണ്ടി നിയമപരമായ ഇടപെടലുകൾ നടത്തുക, ഈ വിഷയം ഇവിടുത്തെ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യസ്നേഹികളുടെയും ആക്ടിവിസ്റ്റുകളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് സോളിഡാരിറ്റി കേരളയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റായ ഞാനും സെക്രട്ടറിമാരായ ഷബീർ കൊടുവള്ളിയും സജീദും ഇന്ന് ആസാമിൽ വന്നത്. ഞങ്ങൾ രാവിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആസാം നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ പോലെ പ്രബലമായ ഏകദേശം 35ഓളം ജില്ലകളുള്ള വലിയൊരു സംസ്ഥാനമാണ്. അതിനേക്കാൾ അപ്പുറം നമ്മുടെ കൊച്ചു കേരളത്തിനേക്കാൾ കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള, ഇവിടുത്തെ ഒരു കണക്ക് വെച്ചിട്ട് 40% അടുത്ത് 36% മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു ഒരു സംസ്ഥാനമാണ് അസം. അസാമിൽ തന്നെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ദുബ്രി, ഗോൾപാറ പോലെയുള്ള ജില്ലകൾ എന്ന് പറയുന്നത് 90% മുസ്ലിം സമുദായം, ന്യൂനപക്ഷങ്ങളായ മുസ്ലിം സമുദായം താമസിക്കുന്ന ജില്ലകളാണ്. ഈ ജില്ലകളിലെ പ്രത്യേകം തെരഞ്ഞുപിടിച്ച് ഈ ജില്ലകളിൽ നിന്ന് മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്ന അവരുടെ ഗ്രാമങ്ങൾ ഒന്നാകെ തന്നെ ബുൾഡോസർ രാജിന് വിധേയമാക്കുന്ന കഥകളാണ്, സംഭവങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭരണകൂടം, പ്രത്യേകിച്ച് ആസാം BJP ഭരണകൂടം ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലാണ് ഈ വംശീയമായ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുബ്രി ജില്ലയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശം, ഏകദേശം ബിലാസ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ 1500-2000ഓളം മുസ്ലിം കുടുംബങ്ങൾ, ആ കുടുംബങ്ങളിൽ താമസിക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ, അതുപോലെ തന്നെ ഇവിടുത്തെ ജോലിക്കാർ, കുടുംബവുമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾ, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ, മദ്രസകൾ, പള്ളികൾ, അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ ഒന്നാകെ ഒരു സുപ്രഭാതത്തിൽ അതിരാവിലെ JCB ഉപയോഗിച്ച്, ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്ന രംഗമാണ് നാം കണ്ടിട്ടുള്ളത്.
ഇപ്പൊ ബിലാസ്പാറ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്ന് ഏകദേശം 10-15 കിലോമീറ്റർ ദൂരമുള്ള ഒരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ സംഭവം നടന്നത്. ഇവിടേക്കാണ് ഞങ്ങൾ ആ പ്രദേശത്തെ ഇരകളെ കാണാനും നേരിൽ കാണാനും അവരെ കേൾക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് രാവിലെ അവിടേക്ക് എത്തിയത്. പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, നമ്മൾ അറിയണം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഒരു ഒളിച്ചുകടത്തൽ നടത്തിയതല്ല. നേരായ വഴിയിൽ ഇവിടുത്തെ ആ പാത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടുന്ന് ഞങ്ങൾക്ക് പരിചിതമുള്ള ഒരു ടാക്സി ഉപയോഗിച്ച് ഞങ്ങൾ നേരായ പാതയിൽ തന്നെ പ്രവേശിക്കാനാണ് തീരുമാനിച്ചത്. പക്ഷെ കിലോമീറ്ററുകൾക്ക് മുമ്പ് ഇവിടുത്തെ ഹേമന്ത് സർക്കാർ വിശ്വശർമ്മയുടെ പോലീസ് സംഘം ഞങ്ങളെ തടഞ്ഞ് എന്ന് മാത്രമല്ല, ഉടനടി തന്നെ റോട്ടിൽ നിന്ന് ഞങ്ങൾ തടയുകയും ഉടനടി തന്നെ ഞങ്ങളെ അവിടെ സജ്ജമാക്കിയ 2 പോലീസ് ജീപ്പിൽ ഞങ്ങൾ 4 പേരെയും കയറ്റി തൊട്ടടുത്ത പ്രദേശത്തുള്ള ഇവിടുത്തെ ജില്ലയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷൻ എന്നൊക്കെ പറയാവുന്ന ചാപ്പർ സ്റ്റേഷനിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. ഏകദേശം രാവിലെ ഒരു 9:30 മണിയാണ് സമയം. ഈ സമയം വരെ ഏകദേശം 2 മണിക്കൂർ, ഇപ്പോൾ 10 മണി കഴിഞ്ഞു, ഏകദേശം 8 മണി വരെ ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഉള്ളത്. അവിടെയാണ് യഥാർത്ഥത്തിൽ സംഭവം നടക്കുന്നത്. എന്തിനാണ് അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ട ചോദ്യം ചെയ്യാൻ? ഞങ്ങളെന്തോ ഇവിടെ ഒരു ക്രിമിനൽ സ്വഭാവത്തിൽ പെരുമാറി എന്ന സ്വഭാവത്തിലായിരുന്നു ആ പോലീസിന്റെയും ഈ സർക്കാരിന്റെയും ഭാഗത്തു നിന്നുള്ള സമീപനം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട 3 പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിരന്തരമായി കൊണ്ട് പല സ്വഭാവത്തിൽ പല കാര്യങ്ങൾ ഞങ്ങളോട് അവരന്വേഷിക്കാൻ തുടങ്ങി. രാവിലെ മുതൽ ആരംഭിച്ച ചോദ്യം ചെയ്യൽ പല സ്വഭാവത്തിൽ. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ആരാണ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കേരളത്തിൽ അറിയുന്നത്? 2 അകലങ്ങളിലുള്ള സംസ്ഥാനങ്ങൾ. ആസാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. കേരളം എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ അങ്ങേയറ്റത്തെ ഒരു സംസ്ഥാനം. ഇങ്ങനെ 2 സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ഇത്രയധികം ബന്ധം ഉണ്ടാവുന്നത്? ഇവിടെ നടക്കുന്ന ഇഷ്യൂസ് എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത്? ഇങ്ങനെ തുടങ്ങി നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഗുവാഹട്ടിയിൽ എത്തിയത്? നിങ്ങൾ ഗുവാഹട്ടിയിൽ ഇന്നലെ ഫ്ലൈറ്റ് ഇറങ്ങി അല്ലെങ്കിൽ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം എങ്ങനെയാണ് ദുബ്രിയിൽ എത്തിയത്? ദുബ്രിയിൽ എപ്പോഴാണ് എത്തിയത്? ഇപ്പൊ ദുബ്രിയിൽ എത്തുന്ന സമയം സുബഹിക്ക് 4:30 മണിക്കാണ്. എപ്പോഴാണ് ദുബ്രയിലേക്ക് ഗുവാഹട്ടിയിൽ നിന്ന് ട്രെയിൻ കയറിയത് രാത്രി 10 മണിക്കാണ്. എപ്പോഴാണ് നിങ്ങൾ ഗുവാഹട്ടിയിൽ ലാൻഡ് ചെയ്തത്? അത് ഉച്ചക്കാണ്. അപ്പൊ ഉച്ച മുതൽ രാത്രി വരെ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ നിസ്കരിച്ച പള്ളി ഏതാണ്? നിങ്ങൾ കഴിച്ച ഭക്ഷണം അത് ഏത് ഹോട്ടലിൽ നിന്നാണ്? അതിനുശേഷം നിങ്ങൾ ആരൊക്കെ കണ്ടു? ഗുവാഹട്ടിയിൽ നിങ്ങൾ എവിടേക്ക് പോയി? എന്താണ് ദുബ്രിയിൽ ഇറങ്ങാൻ കാരണം? ദുബ്രിയിൽ ഇറങ്ങിയിട്ട് പിന്നെ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എവിടുന്നാണ് നമസ്കരിച്ചത്? നിങ്ങൾ ആരാണ്? ടാക്സി ഡ്രൈവർ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ നമ്പർ എന്താണ്? നിങ്ങൾ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് എവിടെയാണ് ഉപയോഗപ്പെടുത്തിയത്? അപ്പൊ അത് ഹോട്ടലാണോ? ഹോട്ടലെങ്കിൽ അവിടെ ആരാ ഉണ്ടായിരുന്നത്? അവിടുത്തെ നമ്പർ എന്താ? നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് വന്നത്? എന്ന് തുടങ്ങി ഓരോ കാര്യങ്ങളും ഒരു ക്രിമിനലിനെ ചോദ്യം ചെയ്യുന്ന പോലെ തന്നെ ഇവിടുത്തെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ പോലീസ് സംഘം പ്രധാനപ്പെട്ട ജില്ലയിലെയും സംസ്ഥാനത്തെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളെ 4 പേരെയും മാറി മാറി ചോദ്യം ചെയ്തു. വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് നമ്മൾ അവിടുന്ന് ഈ പോലീസ് തടങ്കലിൽ നിന്ന് ഞങ്ങൾ മോചിതരാകുന്നത്. ഞങ്ങളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എത്രയും പെട്ടെന്ന് ആസാം വിടണം എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഈ സർക്കാർ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചതുപോലെ പ്രത്യേകം ഒരു കേരളത്തിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ വരുന്ന സമരക്കാരെ ഇവിടേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം ഈ ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് ആസാം എന്ന് പറയുന്നത്. ആസാം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലകൾ ധാരാളമുണ്ട്. മുസ്ലിം പോപ്പുലേഷൻ ധാരാളം ഒരു സംസ്ഥാനമാണ്. അവിടെയാണിത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അവിടെ നടക്കുന്നത് മുഴുവൻ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ മീഡിയകളിൽ മുഴുവൻ വൻ കവറേജോട് കൂടിയിട്ട് വന്ന ന്യൂസുകളാണ്. ആ ന്യൂസുകൾ അവിടെ നടക്കുന്ന സമയത്ത് തന്നെ സോളിഡാരിറ്റി പോലെയുള്ള പല സംഘടനകളും ആ സമയത്ത് തന്നെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് ടൗണിലും എറണാകുളം ടൗണിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിലും ഗോൾപ്പാറയിലും അതുപോലെ തന്നെ ദുബ്രിയിലും ഒക്കെ നടന്ന ഈ കുടിയൊഴിപ്പിക്കൽ ബുൾഡോസർ രാജിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. അവർ ചോദിക്കുന്നത് ഇതാണ്, നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിയുന്നത്? മാത്രമല്ല അവരുടെ ആവശ്യം എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തി? ആരാണ് നിങ്ങളോട് കണക്ട് ചെയ്തത്? ആരാണ് നിങ്ങളിങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഇപ്പൊ RSS BJP സർക്കാരിന് അറിയേണ്ടത്
ഏതെങ്കിലും അർത്ഥത്തിലുള്ള പിന്തുണ ഇതിന് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിങ്ങളുടെ പ്രവർത്തന രീതി എങ്ങനെയാണ്? നമുക്കറിയാം, നമ്മൾ അവിടെ പോയത് അതിക്രമിച്ച് കടന്നിട്ടല്ല, അവർ പറഞ്ഞ അതിർത്തി ഭേദിച്ചിട്ടല്ല. നമ്മൾ സാധാരണഗതിയിൽ മനുഷ്യന്മാർ യാത്ര ചെയ്യുന്ന റോട്ടിൽ കാർ ഉപയോഗിച്ചുകൊണ്ട് പോകുന്നു. ഒരു ബോർഡറിൽ പോലീസ് നമ്മളെ തടയുന്നു, ഒന്നും ചോദിക്കാതെ. ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ വേറെ ഒന്നും ചോദിക്കാനില്ലാതെ 2 വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു. മാത്രമല്ല, വൈകുന്നേര സമയത്ത് മെഡിക്കലിന് കൊണ്ടുപോകുന്നു. മെഡിക്കലിന് കൊണ്ടുപോകുമ്പം അതിന് ഭയങ്കരമായ പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നു. ഞങ്ങൾ ഇന്നോട്ട് ആസാം എത്രയും പെട്ടെന്ന് വിടണം എന്ന് പറഞ്ഞ്, പിന്നെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത ഒരു പ്രദേശം എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ്. ഇപ്പൊ വെസ്റ്റ് ബംഗാൾ ബോർഡറിൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ബോർഡർ കടക്കണം, ആസാം ബോർഡർ കടക്കണം എന്ന് പറയുന്നു. ബോർഡർ കടക്കുന്നത് വരെ പോലീസ് ജീപ്പ്, അതുപോലെ തന്നെ അതിൽ തോക്കുധാരികളായ പോലീസ് സംഘവും ഞങ്ങളെ ഫോളോ ചെയ്യുന്നു. ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ, സ്റ്റേഷനിൽ നിന്ന് പോരുമ്പം ഞങ്ങൾ താമസിച്ച് രാവിലെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയ സ്ഥലത്ത് 5 മിനിറ്റ് ഞങ്ങളെ വസ്ത്രവും ബാഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം 5 മിനിറ്റ് അനുവദിക്കുന്നു. ആ 5 മിനിറ്റും ആ പ്രദേശത്ത് പോലീസ് ബറ്റാലിയൻ ഉണ്ടാകുന്നു. ഇങ്ങനെ എന്തോ ഒരു വലിയൊരു സംഘം എന്ന സ്വഭാവത്തിൽ, ഒരു ക്രിമിനൽ സംഘം എന്ന സ്വഭാവത്തിൽ പോലീസ് സംവിധാനം ഞങ്ങളോട് പെരുമാറുന്നു. യഥാർത്ഥത്തിൽ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ചില ദൗത്യം ഇനിയും വർദ്ധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ രാജ്യത്തെ മുസ്ലിം സമുദായം, ആസാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ കൊന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന്റെ മുന്നിൽ ഇവിടുത്തെ ഒരു സൈന്യം നൃത്തം ചവിട്ടിയതെന്ന് നമുക്കറിയാം. ഇങ്ങനെ ധാരാളം ഉന്മൂലനത്തിന്റെയും വംശീയതയുടെയും ഒക്കെ വേരുകളുള്ള ഒരു രാജ്യം, ഒരു സംസ്ഥാനമാണ് ആസാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോർത്തിലെ പല സംസ്ഥാനങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ളിടത്തൊക്കെ നമ്മെപ്പോലെയുള്ള ഒരു മൂവ്മെന്റിന്, പ്രത്യേകിച്ച് അവരന്വേഷിച്ചത് കേരളത്തിൽ എങ്ങനെയാണ് ഈ മൂവ്മെന്റ് എന്നുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞു, കേരളത്തിലെ പബ്ലിക്കിനോട് ചോദിച്ചാൽ മതി ഈ മൂവ്മെന്റിനെ കുറിച്ചിട്ട്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇടപെട്ട വിഷയങ്ങൾ അതെങ്ങനെയാണ് കേരളത്തിലെ യുവാക്കൾക്കിടയിൽ എന്നുള്ളത് 10-20 വർഷത്തെ ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉജ്ജ്വല സംഘമാണ് കേരളത്തിൽ. ഇത് നാഷണൽ സ്വഭാവത്തിൽ തന്നെ ഫെഡറേഷൻ സംവിധാനങ്ങളുണ്ട്. പല സംസ്ഥാനങ്ങളിലും ഇതിന് നല്ല പ്രവർത്തകരുണ്ട്. കേരളത്തിൽ തന്നെ ധാരാളം മെമ്പർമാരുണ്ട്. വളരെ ആക്റ്റീവായ പ്രദേശങ്ങളുണ്ട്. അപ്പം നമ്മൾക്ക് ഒന്നും മറച്ചു വെച്ചിട്ടോ വളരെ സുതാര്യമായി കൊണ്ടാണ് കാര്യങ്ങൾ മുഴുവൻ ഈ സംഘം, ഈ യൂത്ത് മൂവ്മെന്റ് ചെയ്യുന്നത്. നമ്മൾ അവരോട് അതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. എന്നാലും നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ഇനിയും വർദ്ധിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ അജണ്ടയുടെ ഈ പ്രായോഗികവൽക്കരണം, അതല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം സമുദായത്തെ ഈ സ്വഭാവത്തിന് ഉന്മൂലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ BJP, RSS, സംഘപരിവാർ സർക്കാർ, ഇതിനെതിരെയുള്ള നിരന്തരമായ പോരാട്ടം, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, നീതിയുടെ ഒരു ചെറുപ്പമായിക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്ന കാലത്തിന്റെ ഒരു അനിവാര്യത നമുക്കുണ്ട്. അത് ഓർമ്മപ്പെടുത്താനും കൂടിയാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. കേരളത്തിൽ ഇന്ന് ഞങ്ങളോടൊക്കെ ഐക്യപ്പെട്ടുകൊണ്ട് പല ഭാഗങ്ങളിലും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളൊക്കെ നടന്നത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഈ പോരാട്ടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. നമ്മളങ്ങനെ പേടിച്ച് പിന്മാറാൻ തീരുമാനിച്ചിട്ടില്ല. ഇനിയും നമ്മൾ കടന്നു ചെല്ലും. നീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായിട്ട് ശ്രദ്ധിക്കും. നമുക്കറിയാം, ഗോൾപ്പാറയിലും നമ്മൾ സന്ദർശിക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്. ഒരുപാട് ആളുകൾ ടെന്റിൽ കടന്നുറങ്ങുകയാണ്. നമുക്കറിയാം, ചൂട് കഴിഞ്ഞ് ഇനി നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇനി തണുപ്പ് കാലത്തേക്ക് പോവുകയാണ്. എങ്ങനെയാണ് ഈ തുറന്ന ആകാശത്തിന്റെ ചുവട്ടിൽ ഇവർ ഈ തണുപ്പത്ത് കിടന്നുറങ്ങുമെന്ന് ആലോചിച്ചാൽ നമുക്ക് പോലും ഉറക്കം നഷ്ടപ്പെടും. താർപ്പായി വലിച്ചു കെട്ടിയിട്ടാണ് പലരുള്ളത്. പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് ഒന്നുമില്ലാത്ത ഒരു കൂട്ടം ജനത, മുസ്ലിം സമുദായം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗോൾപ്പാറയിലും ദുബ്രിയിലുമൊക്കെ 90% മുസ്ലിം പോപ്പുലേഷനുള്ള ജില്ലകൾ. അവിടെയാണ് നമ്മുടെ സമുദായം ഇങ്ങനെ ഇവിടുത്തെ സർക്കാരിനാൽ തന്നെ വല്ലാതെ ഇരയാളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരോട് ഐക്യപ്പെടണം. എല്ലാവർക്കും പ്രാർത്ഥനകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.